തിരുവചനം തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ജോർദാൻ നദിയിൽ ചെല്ലുന്നതും സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നതുമെല്ലാം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്നും കയറി. ഉടനെ സ്വർഗം തുറക്കുന്നതും ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്നാപക യോഹന്നാൻ കണ്ടു എന്നാണ് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. സ്നാപക യോഹന്നാൻ കണ്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈശോയും കണ്ടിട്ടുണ്ട്. ഒപ്പം മറ്റൊരു കാര്യവും കൂടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും കേൾക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗത്തിൻ്റെ വലിയൊരു കയ്യൊപ്പ് ഈശോ സമ്പാദിക്കുകയായിരുന്നു. ആ സമയം പിതാവിൻ്റെ ഒരു അംഗീകാര പത്രം കൈകളിൽ ഏറ്റുവാങ്ങുകയാണ്. അതുവരെയുള്ള രഹസ്യജീവിതം അവസാനിപ്പിച്ചിട്ട് പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുന്ന യേശുവിന് സ്വർഗത്തിൻ്റെ ഒരു സാക്ഷ്യപത്രം, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ എൻ്റെ പ്രിയ മകനാണ്, വലിയൊരു സാക്ഷ്യപത്രം പിതാവ് പുത്രന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രംഗമാണ്. അതിനുശേഷം പിതാവിൻ്റെ എല്ലാ അംഗീകാരവും പ്രോത്സാഹനവും സ്നേഹവും ആ സ്നേഹ സാന്നിധ്യമൊക്കെ സ്വീകരിച്ചിട്ട് വളരെ ശക്തമായിട്ട് ഈശോ മുന്നോട്ട് നീങ്ങുകയാണ്. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നു. അങ്ങനെയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മരുഭൂമിയിൽ 40 ദിവസമാണ് ഈശോ ഉപവസിച്ചത്. 40 ദിവസം വിശപ്പുമില്ല, ദാഹവുമില്ല, അതൊന്നും ഈശോയ്ക്ക് പ്രശ്നമല്ല. വളരെ തീക്ഷ്ണമായിട്ട് 40 ദിവസം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് നമ്മൾ കാണുക. ആ ഒരു ഉപവാസത്തിന് ശേഷം പിശാച് യേശുവിനെ വലിയ രീതിയിൽ പ്രലോഭനത്തിലേക്ക് നയിക്കുകയാണ്. നല്ല വിശപ്പ് ഈശോയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. 40 ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരുന്നിട്ട് പെട്ടെന്ന് തിന്മ പ്രലോഭകൻ മുൻപിൽ വന്നിട്ട് പറയാൻ, ഈ കല്ലുകളെ അപ്പമാക്കിയിട്ട് ഭക്ഷിക്കാൻ ആവശ്യപ്പെടുകയാണ്. നീ ദൈവപുത്രനാണെങ്കിൽ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 3-4 വചനങ്ങളാണ്. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. വളരെ സിമ്പിളായിട്ടാണ് പിശാച് ഈശോയോട് പറയുക. വളരെ ആർക്കും സ്വീകരിക്കാൻ തോന്നുന്ന രീതിയിൽ, ആർക്കും അതങ്ങ് അംഗീകരിക്കാൻ അല്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കാനൊക്കെ സാധിക്കുന്ന രീതിയിൽ അങ്ങനെയാണ് പിശാച് വളരെ തന്ത്രപൂർവ്വം ഇടപെടാൻ ആരംഭിക്കുക. ആദ്യത്തെ ഇടപെടലാണ്, പിശാചിൻ്റെ ആദ്യത്തെ ഇടപെടലാണ്. വിശന്നിരിക്കുന്ന സമയത്ത്, തളർന്നിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവസരം നോക്കിയിട്ട് തോൽപ്പിക്കാൻ അല്ലെങ്കിൽ വലയിൽ വീഴ്ത്താൻ പരിശ്രമിക്കുന്ന പിശാചിൻ്റെ സാന്നിധ്യമാണ് നമ്മളവിടെ കാണുക. ഈശോ തൻ്റെ ആത്മനിയന്ത്രണം അല്പം പോലും കുറയ്ക്കുന്നില്ല. ഈശോയ്ക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഒരൊറ്റ സെക്കൻഡ് നേരം കൊണ്ട് കല്ലിനോട് അപ്പമാകാൻ പറയാം, അപ്പം തന്നെ അപ്പമാവും, അപ്പം തന്നെ വിശപ്പടക്കാം, പിന്നെ ഒരു പ്രശ്നവുമില്ല, വളരെ കൂളായിട്ട് മുന്നോട്ട് പോവാം. പക്ഷേ ഈശോ വളരെ ശ്രദ്ധയോടെയാണ് ഓരോ ചലനത്തെയും വീക്ഷിക്കുക, ഓരോ സ്വരത്തെയും ഈശോ ശ്രവിക്കുക, ഓരോ വാക്കിനെയും ഈശോ വിലയിരുത്തുക, ഓരോ ചലനവും ഓരോ വാക്കും ഈശോ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ടാണ് മറുപടി കൊടുക്കുക, എന്നിട്ടാണ് ഈശോ പ്രതികരിക്കുക. പിശാചിൻ്റെ ഈ സ്വരത്തെ ഈശോ അപ്പാടെ അങ്ങ് തോൽപ്പിക്കുകയാണ്. സത്യത്തിൽ പിശാച് ഇവിടെ ചെയ്തൊരു കാര്യമുണ്ട്, പിതൃമറവിയിലേക്ക് യേശുവിനെ നയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പിതാവ് യേശുവിനെ വളരെ ഭംഗിയായി ദൗത്യം ഏൽപ്പിച്ച് ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് ഇറക്കുകയാണ്. ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈശോയ്ക്ക് അറിയാം ദൗത്യം എന്താ, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം സമർപ്പിക്കണം, അതാണ് തൻ്റെ ദൗത്യം എന്ന് വളരെ വ്യക്തമായിട്ട് ഈശോയ്ക്ക് അറിയാം. ദൗത്യം പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ഈശോ ഇറങ്ങിത്തിരിക്കുന്ന സമയത്താണ് ഈ വലിയ പ്രലോഭനം. സത്യത്തിൽ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് പിശാചിൻ്റെ ശ്രമം. അല്ലെങ്കിൽ സ്വന്തം അപ്പനെ മറക്കാൻ, അപ്പച്ചനെ മറക്കാൻ, ചാച്ചനെ മറക്കാൻ ഒരു വലിയ പ്രലോഭനം. അപ്പനെ മറന്നാൽ പിന്നെ പാപം ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പൻ്റെ കാര്യം ഓർമ്മയില്ല എങ്കിൽ പിന്നെ ഇത് അപ്പമാകാൻ പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സത്യത്തിൽ പിതാവിനെ മറക്കാനാണ് പിശാച് അവിടെ ആവശ്യപ്പെടുക. അപ്പനെ ഓർമ്മയുണ്ടെങ്കിൽ അപ്പനെല്ലാം തരൂന്നും അപ്പൻ എനിക്ക് വേണ്ടത് മുഴുവൻ പ്രദാനം ചെയ്യുമെന്നൊക്കെ നല്ല ബോധ്യം മകനുണ്ടാവും. അപ്പനെ കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ, അപ്പനാണ് തന്നെ സഹായിക്കുക എന്നുള്ള വലിയ ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും ആ മകൻ പാപത്തിലേക്ക് വീഴുകയില്ല. അപ്പം അതുപോലെ തന്നെ ഈശോ പിതാവിനെ മറക്കാൻ അല്പം പോലും സമ്മതിക്കുന്നില്ല. പിതാവിനെ എപ്പോഴും മനസ്സിൽ ഈശോ കൊണ്ടു നടക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരം
അല്പം പോലും ഈശോ മറന്നിട്ടില്ല. അതിങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടേ ഇരിപ്പുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതുവരെയും ചരിത്രത്തിൽ നടക്കാത്തൊരു സംഭവമാണ്. അതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു സ്വരമാണ് ഈശോ കേട്ടത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഈശോയുടെ മനസ്സിൽ ആ വാക്കുകളുള്ളത് കൊണ്ട് പിതാവിനെ മറക്കാൻ ഈശോയ്ക്ക് കഴിയില്ലായിരുന്നു. ഈശോയ്ക്ക് ഒരിക്കലും പിതാവിൽ നിന്ന് അകന്നു പോകാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പിശാചിൻ്റെ പ്രലോഭനത്തെ വളരെ എളുപ്പത്തിൽ ഈശോയ്ക്ക് അതിജീവിക്കാൻ സാധിക്കുകയാണ്. ചിലപ്പോഴെങ്കിലും ദൗത്യങ്ങൾ നിർവഹിക്കുന്ന നമ്മുടെയൊക്കെ അരികിൽ ഇതേ രൂപത്തിൽ പിശാച് വരാം. എല്ലാവരും അവിശ്വസ്തരാണെങ്കിൽ നിനക്കും ഒരൽപ്പം അവിശ്വസ്തത കാണിക്കത്തില്ലേ? എന്തിനാ ഇത്രയും ബലം പിടിക്കണത്? എന്തിനാ ഇത്രയും ഉപവാസം എടുക്കണത്? എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കണത്? തോന്നാറില്ലേ ചിലപ്പം? ഇന്ന് അല്പമൊക്കെ ഒരു വിശ്രമം വേണം. വല്ലാണ്ട് അങ്ങ് ഉപവാസമൊക്കെ എടുത്താൽ അത് പ്രശ്നമാവും. വല്ലാണ്ട് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അതും പ്രശ്നത്തിലേക്കാവും. ഒരു സാധാരണ നിലവാരം അതൊക്കെ മതി എന്ന് പിശാച് ഉള്ളിൻ്റെ ഉള്ളിൽ പറയാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് പോകാൻ പിശാച് സമ്മതിക്കുകയല്ല. അവൻ ഏതെങ്കിലും രീതിയിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് അവൻ ഏതെങ്കിലും രീതിയിൽ നമ്മളെ തകർത്തേ അടങ്ങൂ. അത് അവൻ്റെ വലിയൊരു വാശിയാണ്, അത് അവൻ്റെ വലിയൊരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ പിതാവിനെ മറക്കാൻ, ദൗത്യം മറക്കാൻ, നിഷ്ക്രിയരാകാൻ പിശാച് പ്രലോഭിപ്പിക്കുമ്പോൾ ആ കെണിയിൽ വീഴാതിരിക്കാൻ ഏറെ ശ്രദ്ധ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. ചിലപ്പോഴെങ്കിലൊക്കെ ചില ഭാര്യമാർ വന്നിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് അല്പമൊക്കെ കുടിക്കുള്ളൂ സിസ്റ്ററെ, എല്ലാ ദിവസവും ഒന്നും കുടിക്കുകയില്ല, മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ വല്ല ഫങ്ഷൻസൊക്കെ വരുമ്പോൾ, വല്ല കല്യാണം, വല്ല മനസ്സമ്മതം അങ്ങനെയൊക്കെ വരുമ്പോഴേ ഉള്ളൂ, അല്ലാതെ ഒന്നും കുടിക്കുകയല്ല എന്ന് പറഞ്ഞാൽ അവരതിന് സപ്പോർട്ടാണെന്ന് ചുരുക്കം. അതിപ്പോൾ ഇച്ചിരിയൊക്കെ കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ബീർ കുടിക്കുകയാണെങ്കിൽ അല്പം പോലും പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കുന്നതിനോട്, പാപത്തിനോട് ഒരു കോംപ്രമൈസിലേക്ക് പോകുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. അത് വിഷയമല്ല. ഒരല്പമൊക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പാപമല്ല എന്ന് പറയുന്നവർ, സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നത് പാപമല്ല എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ എല്ലാത്തിനോടും ഒരു ലാഘവ ബുദ്ധിയോടെ കാണുന്നത് പ്രശ്നമല്ല, അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ കാണാം. പിശാചിൻ്റെ ഒരു വലിയ കെണിയാണ്. ദൗത്യ നിർവഹണത്തിൽ നിന്ന് പുറകിലേക്ക് നയിക്കാൻ പിശാച് എപ്പോഴും കെണികൾ ഒരുക്കിക്കൊണ്ടിരിക്കും. ഒരപ്പനാണെങ്കിൽ, ഒരമ്മയാണെങ്കിൽ, ഒരു യുവാവ്, ഒരു യുവതി, അല്ലെങ്കിൽ ഒരു സമർപ്പിത, അല്ലെങ്കിൽ ഒരു വൈദികൻ ആ ജീവിതത്തിനടുത്ത ദൗത്യ നിർവഹണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, പുറകിലേക്ക് കൊണ്ടുപോകാൻ പിശാച് വളരെയധികം ശ്രദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ കെണിയിൽ വീഴ്ത്താൻ പാകത്തിന് ഏത് ബലഹീനതയിലാണോ അവൻ ശ്രദ്ധിക്കേണ്ടതെന്ന് പിശാചിന് ഭംഗിയായിട്ടറിയാം. അവനെ നമ്മുടെ ബലഹീനത അല്ലെങ്കിൽ കുറവ്, നമ്മുടെ തളർച്ച എവിടെയാണ്, നമ്മൾ എപ്പോഴാണ് തളർന്നു പോവുക, നമ്മൾ എവിടെയാണ് വീണ് പോവുക, അവനത് വളരെ കെയർഫുള്ളാണ്, വളരെ ശ്രദ്ധാലുവാണ്. അവിടെ തന്നെ അവൻ പിടിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മനിയന്ത്രണം ഏറെ ആവശ്യമുണ്ട്. ആത്മനിയന്ത്രണം. വിശപ്പുള്ള സമയത്ത് വേറെ ആരെങ്കിലും ഭക്ഷണം കൊണ്ടു തന്നാൽ ഉടനെ നമ്മൾ കഴിക്കാൻ ഒരുങ്ങും. ഒരു ആത്മനിയന്ത്രണം ഉണ്ടെങ്കിൽ, ശരീരത്തെക്കുറിച്ചല്ല ആത്മാവിനെക്കുറിച്ചാണ് കൂടുതൽ ശ്രദ്ധ എങ്കിൽ അവൻ്റെ സ്വരത്തിൽ വീഴില്ല. പിന്നെയോ ആത്മനിയന്ത്രണം ആത്മശക്തിയിലേക്ക് നമ്മളെ നയിക്കും. തന്നെയല്ല, അത് കുറേ കൂടെ വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കും. സെയിൻറ്റ് അഗസ്റ്റിൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പ്രലോഭനത്തെ നീ അതിജീവിച്ച് കഴിയുമ്പോൾ ഒരു കിരീടം നീ സ്വന്തമാക്കുക. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും നിഷ്ക്രിയരാക്കാൻ, ദൗത്യ നിർവഹണത്തിൽ നിന്ന് അല്ലെങ്കിൽ വിശുദ്ധമായ ജീവിതത്തിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഓരോ വാക്കും, ഓരോ ചലനവും, ഓരോ സ്വരവും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ മുന്നേറുന്നത് എങ്കിൽ, നമ്മുടെ കാൽവെപ്പുകൾ ശ്രദ്ധാപൂർവമാണെങ്കിൽ കെണിയിൽ നമ്മൾ വീഴില്ല. അല്ലെങ്കിൽ നേരം വെളുത്ത് എഴുന്നേറ്റ് വരുന്നതേ നമ്മൾ കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്. അധ്വാനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തന മേഖല ആരംഭിക്കുന്ന സമയം തന്നെയും വീണുപോകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും, വല്ല കാലത്തുമല്ല, പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ മാത്രമല്ല, ധ്യാനം കൂടുമ്പോൾ മാത്രമല്ല, ആവശ്യങ്ങൾ നടക്കാൻ പ്രാർത്ഥിക്കുന്ന ആ സമയങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നിനക്ക് ആവശ്യമാണ് ഈ അതീവ ശ്രദ്ധ, ജാഗ്രത. എന്തിനോട്? തിന്മയുടെ സ്വരത്തെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഒരു വലിയ ജാഗ്രത നിനക്ക് വേണമെന്ന് കർത്താവ് ഈ സമയം ഓർമ്മിപ്പിച്ച് തരികയാണ്. ദ ഇൻറ്റിമേറ്റ് മെർട്ടൺ എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകത്തിൽ പ്രശസ്തനായ എഴുത്തുകാരനും മിസ്റ്റിക്കുമായ തോമസ് മെർട്ടൺ എന്ന വൈദികൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വളരെ ചെറിയൊരു സംഭവമാണ്, പക്ഷേ അത് കുറേയധികം വെളിച്ചം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നൽകാൻ സാധ്യതയുണ്ട്. തോമസ് മെർട്ടൺ എന്ന് പറയുന്ന അച്ഛൻ വളരെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ്. ഒരുപാട് ആത്മീയ പ്രസിദ്ധീകരണങ്ങൾ രചിച്ചിട്ടുണ്ട്. അനേകർക്ക് അത് വലിയ ആത്മീയ നിറവിന് അല്ലെങ്കിൽ ഒരു ആത്മീയ വളർച്ചയ്ക്കൊക്കെ കാരണമായിട്ടുണ്ട്. അനേകർ ആ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടാണ് തങ്ങളുടെ ആത്മീയ ജീവിതത്തെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരിക്കൽ ഈ തോമസ് മെർട്ടൺ എന്ന് പറയുന്ന വൈദികന് ഒരു ചെറിയ നടുവിന് വേദന വരികയാണ്. ആശുപത്രിയിൽ അഡ്മിറ്റായി.
ആശുപത്രിയിൽ ശുശ്രൂഷിക്കാൻ വരുന്നൊരു നഴ്സ് വളരെ സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നു, കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ശുശ്രൂഷിക്കുന്നു. വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് അവരങ്ങ് നയിക്കപ്പെടുകയാണ്. വളരെ സിൻസിയറായിട്ട്, തെറ്റായിട്ട് ഒന്നുമേ ഇല്ല, ഒരു നോട്ടം പോലും ഇല്ല, ഒരു സ്പർശനമോ നോട്ടോ ഒരു വാക്കോ നെവർ, ഒരിക്കലും തെറ്റായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അസുഖമൊക്കെ മാറി ഡിസ്ചാർജ് ചെയ്ത് തൻ്റെ ഭവനത്തിലേക്ക് പോരുന്ന സമയമായപ്പോൾ എന്തോ ഒരു മനസ്സിലൊരു വേദന, അച്ഛൻ്റെ മനസ്സിൽ ആകെ ഒരു അസ്വസ്ഥത. പിന്നെ ആശ്വസിച്ചു, സാരമില്ല, ഫോണൊക്കെ വിളിക്കാമല്ലോ. അങ്ങനെ ആശ്രമത്തിലെത്തി. പിന്നെ ഇച്ചിരിയൊക്കെ അങ്ങ് വഴി തെറ്റിപ്പോകുന്നൊരു അനുഭവം. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ സമയം 2 മണിക്കൂർ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അതൊരു 1.5 മണിക്കൂറായിട്ട് കുറഞ്ഞു. ജപമാല 4 എണ്ണം ചൊല്ലിയിരുന്നുവെങ്കിൽ അതൊരു 2 എണ്ണമായിട്ടൊക്കെ കുറഞ്ഞു. അല്പസമയം കൂടെ ത്യാഗപൂർവ്വം അധ്വാനിക്കുമായിരുന്നുവെങ്കിൽ അത് അല്പസമയമൊക്കെ കുറഞ്ഞു. എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെയുള്ള അവസരങ്ങളിൽ വരാതെയായി. ആകെപ്പാടെ ഒരു കുഴപ്പം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അസ്വസ്ഥത, ഒരു ക്രമക്കേട് ജീവിതത്തിൽ വരുന്ന ഒരു അനുഭവം ഈ വൈദികന് തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ നഴ്സ് അവളുടെ വിവാഹം ഒരുങ്ങുന്നു, അല്ലെങ്കിൽ വിവാഹത്തിന് എല്ലാ കാര്യങ്ങളും തയ്യാറാകുന്നു എന്നൊക്കെ അറിയിക്കുക. അച്ഛൻ വിവാഹമൊക്കെ ആശീർവദിച്ചു കൊടുത്തു. വളരെ സന്തോഷമായിട്ട് ആ സഹോദരി തൻ്റെ ജീവിതത്തിലേക്ക് പോയി. ഈ സമയങ്ങളിൽ ഈ വൈദികൻ കുമ്പസാരിക്കാനായിട്ട് പോയി. കുമ്പസാരിപ്പിച്ച അച്ഛൻ പറഞ്ഞ ഒരു കാര്യം, അതാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഈശോ ഈ സമയം ആഗ്രഹിക്കുക. ആ കുമ്പസാരിപ്പിച്ച വൈദികൻ ഈ തോമസ് മെർട്ടൺ എന്ന് പറയുന്ന അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ആരാണെന്ന് അറിയണം, അങ്ങ് ആരാണെന്ന് അറിയണം. സത്യത്തിൽ ഈ 2 വാക്കുകൾ ഈ വൈദികനെ വല്ലാതെ അങ്ങ് സ്വാധീനിച്ചു. പിന്നീട് വിശുദ്ധമായ ജീവിതത്തിൽ നിന്ന് വിശുദ്ധമായ ചിന്തകൾ, അല്ലെങ്കിൽ വിശുദ്ധമായ ഭാവന, വിശുദ്ധമായ ഓർമ്മ ഒരല്പം പോലും ഭംഗം വരാൻ ദൈവം ഇടയാക്കിയില്ല. വളരെ ശ്രദ്ധയോടെ തന്നെ അവസാനം വരെ ആ ജീവിതം മുന്നോട്ട് പോയി എന്നാണ് പുസ്തകത്തിൽ നമ്മൾ വായിക്കാനായിട്ട് ഇടവരിക. ഒരു ചെറിയ പാളിച്ച, ഒരു ചെറിയ ക്രമക്കേട് വന്നതേ തുറന്നു പറയാനും എളിമപ്പെടാനും ദൈവത്തിൽ ആശ്രയിക്കാനും മനസ്സ് വെച്ച ആ ജീവിതത്തെ കർത്താവ് അങ്ങ് എടുത്തുയർത്തുകയാണ്. വാനോളം കർത്താവ് എടുത്തുയർത്തുകയാണ്. വലിയ വിശുദ്ധിയിലേക്ക് ആർക്കും പറിച്ചെടുക്കാൻ, അല്ലെങ്കിൽ തച്ചുടയ്ക്കാൻ, ആർക്കും തുടച്ചു മാറ്റാൻ കഴിയാത്ത രീതിയിൽ, എന്ന് പറഞ്ഞാൽ വിശുദ്ധി കൊണ്ടങ്ങ് ഈ വ്യക്തിയെ കർത്താവ് അങ്ങ് പൊതിയുകയാണ്. ഒരു ചെറിയ ചിന്തയിൽ വന്ന, അല്ലെങ്കിൽ മനോഭാവത്തിൽ വന്ന പാളിച്ച പോലും ഏറ്റുപറയാൻ തയ്യാറായപ്പോൾ, ആ ഒരു തിന്മയിൽ പോലും പെടാതെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവം അവിടെ ഇടപെട്ടത് വായിച്ചിട്ട് കുറേയധികം നല്ലൊരു പ്രേരണ അനേകർക്കത് കർത്താവ് നൽകുന്നല്ലോ എന്ന് ഓർത്തുപോയി. ഒരു ഒറ്റ ചെറിയ കാര്യമുള്ളൂ. ഇതൊന്നും ഒരു പക്ഷേ ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ നടക്കുന്നത് ലോകം അറിയാല, ആരോടും പറയാറില്ല, നമ്മൾ ആരോടും അറിയിക്കാറുമില്ല. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ഭാവനയിൽ, നിൻ്റെ ചിന്തയിൽ, നിൻ്റെ ഓർമ്മയിൽ ഒരു ചെറിയ കെണി തിന്മ ഒരുക്കി തയ്യാറാക്കി കൊണ്ടുവരുമ്പോൾ, ആ സാഹചര്യത്തിലും ആത്മനിയന്ത്രണം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ആത്മശക്തിയിൽ അല്പം പോലും നീ കുറഞ്ഞു പോകുന്നില്ല എങ്കിൽ, നിന്നെ സഹായിക്കാൻ സ്വർഗവും സ്വർഗവാസികളും നിൻ്റെ കൂടെ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരൻ എന്നോട് പറഞ്ഞൊരു അനുഭവം. അദ്ദേഹം നന്നായി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, നന്നായി പ്രാർത്ഥിക്കും. ഭാര്യ, മക്കള്, 3 കുഞ്ഞുങ്ങൾ, എല്ലാവരും ദിവസവും ബലിയർപ്പിക്കാൻ പോകും. അതിരാവിലെ പോവും, ബലിയർപ്പിച്ച് വന്നിട്ടാണ് മക്കളെ സ്കൂളിൽ പറഞ്ഞു വിടും. ഇദ്ദേഹവും പ്രാർത്ഥിക്കും. ഭാര്യയും നന്നായിട്ട് നല്ല ആത്മീയ ജീവിതത്തിൽ നയിക്കുന്ന ഒരു മകനാണ്. ഇദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്ററെ, വളരെ അടുത്ത ബന്ധുക്കൾ ഒരാവശ്യത്തിന് വീട്ടിൽ വന്നപ്പം അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, അല്പം മദ്യം ആയാലും കുഴപ്പമൊന്നുമില്ല, ഇത്രയും നല്ല സന്തോഷമുള്ളൊരു അവസരമല്ലേ, എല്ലാവരും കൂടിയിരിക്കുകയല്ലേ, ഒരല്പം വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവരങ്ങ് ഈ സഹോദരനെ നിർബന്ധിക്കാൻ തുടങ്ങി. അത് ഒട്ടും അങ്ങനെ മുഖം വാടി പറയാൻ കഴിയില്ലാത്ത, അല്ലെങ്കിൽ മുഖം കറുപ്പിച്ച് അല്പം കട്ടിയായിട്ട് പറയാൻ പറ്റില്ലാത്ത അത്രയും ബന്ധങ്ങളുള്ള സഹോദരങ്ങളാണ് ഈ മകനെ നിർബന്ധിക്കുക. അല്പം മദ്യം, അല്പം മദ്യം, അവരങ്ങനെ ഒരേ സ്വരത്തിൽ ഒന്നിച്ച് പറയാൻ. ഈ സഹോദരൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, സിസ്റ്ററെ, എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരിക്കലും മദ്യം കഴിക്കാറില്ല, ഞാൻ ഒരിക്കലും മദ്യം ഉപയോഗിക്കാറില്ല, അത് ഉപയോഗിക്കുന്നവരുടെ അടുത്ത് പോകാറുമില്ല. പക്ഷേ എല്ലാവരും കൂടെ ഒരേ സ്വരത്തിൽ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സ്വരം വന്നപ്പം
വളരെ ശക്തമായിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞു, ഈ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകത്തില്ല. വേറെ എന്തിനു വേണമെങ്കിലും പൈസ ചെലവഴിക്കാം, പക്ഷേ പാപം ചെയ്യാനുള്ള പൈസ തരാൻ അല്ലെങ്കിൽ അതിന് പൈസ ചെലവഴിക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല, അത് ആവശ്യപ്പെടുകയല്ല, അതിന് അനുവാദം തരികയല്ല, അത് ദൈവം അനുവദിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വളരെ തൻ്റെടത്തോടെ അങ്ങ് ഈ മകൻ പറഞ്ഞതോടുകൂടി 1-2 പേര് അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് അവൻ പറഞ്ഞു. അപ്പം തന്നെ അങ്ങ് ഇറങ്ങിപ്പോയി. ഈ സഹോദരൻ എന്നോട് പറയാം, സിസ്റ്ററെ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന കണ്ടപ്പോൾ വേദന തോന്നി, പക്ഷേ മനസ്സിൽ ആരോ പറയുന്ന പോലെ സാരമില്ല, നീ മൈൻഡ് ചെയ്യണ്ട, അങ്ങ് പൊക്കോട്ടെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒക്കെ തന്നെ ശരിയാവും, ഒന്നുമില്ലാത്ത പോലെ അങ്ങ് ഫ്രീ ആയിട്ട് ചെന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം ഒന്ന് സംസാരിച്ചാൽ മതി, മനസ്സുകൊണ്ട് അവരെ അകറ്റി നിർത്താതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, പാപം ചെയ്യാൻ കൂട്ടു നിൽക്കണ്ട. ഇവനെന്തോ ഈ സഹോദരൻ പറയാണ്, അതിനങ്ങ് ശേഷം വലിയ വളർച്ചയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. ആരും അറിയാതെ വേണമെങ്കിൽ ആ വന്ന ആൾക്കാർക്ക് ഈ സഹോദരൻ ബന്ധിപ്പിച്ചില്ലെങ്കിലും അവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കാമായിരുന്നു. പക്ഷേ ഇവൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, സിസ്റ്ററെ ഞാനൊന്ന് സ്ട്രോങ് ആയിട്ട് വളരെ ശക്തമായിട്ടൊരു തീരുമാനമെടുത്തു, എന്ത് വില കൊടുത്താലും ഇവിടെ അത് ചെയ്യത്തില്ല. അതോടുകൂടെ എൻ്റെ വീട്ടിൽ എന്തെന്നില്ലാത്തൊരു വളർച്ച, ഭൗതിക തലത്തിൽ ആത്മീയ തലത്തിൽ ഒരു വലിയ വളർച്ച ഈശോ തന്നതായിട്ട് ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ ഓർക്കുകയാണ്. നമ്മളറിയാതെ നമ്മളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഭാവനകളിലൊക്കെ തിന്മ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. വളരെ എളുപ്പത്തിൽ വീണുപോകും. ചില സാഹചര്യങ്ങളിൽ വീണതിന് ശേഷമായിരിക്കും അറിയുക, ഷോ ഞാൻ വീണുപോയി, ദാ താഴെ എത്തിയല്ലോ. വീണ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക, അതുവരെയും തിരിച്ചറിയാൻ പറ്റുകയില്ല. നമ്മൾ വളരെ കൃത്യമായിട്ടും ഭംഗിയായും അടുക്കും ചിട്ടയോടും കൂടെ പോകുന്ന ജീവിതമാണെന്നൊക്കെ കരുതിയാലും ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെ വീണുപോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും എളുപ്പത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ ആശ്രയിക്കാൻ, ദൈവത്തിൽ മാത്രം മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഈശോ ഈ പിശാചിൻ്റെ പ്രലോഭനം ഉണ്ടായപ്പോൾ എങ്ങനെയാ ചെറുത്തതെന്ന് അറിയാവോ? ഈശോ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കാൻ പറഞ്ഞപ്പം ഈശോ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കൊണ്ടുകൂടെയാണ് ജീവിക്കുന്നത്. പറയാനൊരു ജ്ഞാനം ഈശോയ്ക്കുണ്ടായിരുന്നു, വചനം ഉപയോഗിക്കാൻ ഒരു ജ്ഞാനം ഈശോയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. സഹോദര സഹോദരി, നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം സമൃദ്ധമായിട്ട് വസിക്കുന്നുവെങ്കിൽ ഒരു തിന്മയും പേടിക്കണ്ട, ഒരു പ്രശ്നത്തെയും നീ പേടിക്കണ്ട, ഒരു വെല്ലുവിളിയും നിൻ്റെ മുമ്പിൽ ഭീഷണിയായിട്ട് നിൽക്കുകയല്ല. അതിനൊക്കെ എളുപ്പം തോൽപ്പിക്കാൻ, അതിനൊക്കെ എളുപ്പം അതിജീവിക്കാൻ നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിച്ചുകൊള്ളും. ശക്തമായ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് ഉള്ളം നിറയട്ടെ. വചനം വായിക്കാൻ, പഠിക്കാൻ, ധ്യാനിക്കാൻ ഒരു വലിയ ഉണർവ് നിൻ്റെ ഹൃദയത്തിൽ കർത്താവ് നിനക്ക് തരട്ടെ. ഒരിക്കലൊരു സഹോദരി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന സഹോദരിയാണ്. എന്ന് പറഞ്ഞാൽ നിത്യാരാധന നടക്കുന്ന ദേവാലയങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നറിഞ്ഞാൽ മണിക്കൂറുകൾ ഓടിപ്പോയിരിക്കും. ഒത്തിരി ദാഹമാണ്. ഈശോയുടെ കൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സഹോദരിക്ക് ഒരു ആവേശമാണ്. വീട്ടിലെല്ലാ പണിയും വളരെ സ്പീഡിൽ ചെയ്യും, ആർക്കും ഒരു കുറവുമില്ലാതെ എല്ലാം ഭംഗിയായി. ഒരു അമ്മയുടെ ഉത്തരവാദിത്വം മുഴുവനും നിറവേറ്റും, മക്കളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കും, ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വരുത്തുകയല്ല, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നൊരു സഹോദരി. ഇങ്ങനെ ഇരിക്കുന്ന ഈ സഹോദരിയുടെ ജീവിതത്തിൽ വേദനയ്ക്ക് കാരണങ്ങളുണ്ട് ഇഷ്ടം പോലെ. എന്ന് പറഞ്ഞാൽ ഭർത്താവ് അല്പം പോലും വിശ്വാസമില്ലാത്ത മനുഷ്യൻ. അദ്ദേഹം പള്ളിയിലൊക്കെ പോണത് വല്ല കാലത്താണ്. എത്ര നിർബന്ധിച്ചാലും സ്നേഹിച്ച് പറഞ്ഞ് എങ്ങനെ സ്നേഹിച്ച് പറഞ്ഞാലും ഒരു രക്ഷയില്ല, പള്ളിയിൽ കയറുകയല്ല, പള്ളി പോവല്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്, പെട്ടെന്നൊന്നും മാറ്റം വരുത്തുകയല്ല. ഈ സഹോദരി ചിലപ്പോഴൊക്കെ ഓർക്കും, ഷോ ഞാൻ മടുത്തു, എങ്ങനെയാണോ ഇദ്ദേഹത്തെ ഒന്ന് ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരിക. പക്ഷെ അവൾ പിന്നെയും പ്രാർത്ഥിക്കും. അവൾ ഈശോയിൽ അങ്ങ് വല്ലാണ്ട് ശരണപ്പെടുകയാണ്, ഈശോയിൽ വല്ലാതെ വിശ്വസിക്കുകയാണ്. രാത്രി കാലങ്ങളിലൊക്കെ തൊട്ടടുത്തുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ ആരാധനയൊക്കെ നടക്കുമ്പോൾ രാത്രി മുഴുവനും ഈശോയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും ഈശോയെ സ്നേഹിക്കുന്ന ഒരു മകളാണ്. ഈശോ മാത്രം മതി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. മക്കളെയും ഭർത്താവിനെയും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു മകളാണ്. ഒരു ദിവസം ഈ സഹോദരി എന്നെ ഫോണിൽ വിളിച്ചിട്ട് വല്ലാതെ കരയാണ്, വാവിട്ട് കരയാണ്. ചോദിച്ചു, എന്തിനാ കരയണത്, എന്തേ വിഷമം, എന്തേ പ്രശ്നം? എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ ഇനി ഞാൻ പ്രാർത്ഥിക്കാനൊന്നും പോകുകയില്ല, ഇനി ഞാൻ പള്ളിയിലൊന്നും പോകുകയില്ല. അതെന്നാ ഉണ്ടായത്, എന്താ പ്രശ്നം, ആദ്യമായിട്ടാണല്ലോ നീ ഇങ്ങനെ പറയണത്, എന്താ ഇത്രയും വേദനയുടെ കാരണം? ഉടനെ പറഞ്ഞു, സിസ്റ്റർ എൻ്റെ ഭർത്താവ് ഒരിക്കലും എന്നെ പറയാത്ത കുറേ വാക്കുകൾ എന്നെ പറഞ്ഞു, എന്നെ കുറേ തെറ്റിദ്ധരിച്ച് പറഞ്ഞു, എൻ്റെ സൽപ്പേര് നശിപ്പിക്കുന്ന പോലെ, എൻ്റെ ജീവിത വിശുദ്ധിയെ അസ്വസ്ഥമാക്കുന്ന പോലെ, എൻ്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന പോലെ, അങ്ങനെയൊക്കെയുള്ള സംസാരമായിരുന്നു ഇത്രയും സമയം വീട്ടിൽ. വല്ലാതെ വഴക്കടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഒരിക്കലും എതിർത്ത് പറയാൻ ഞാൻ നിൽക്കാറില്ലായിരുന്നു. പക്ഷേ കുറേ കേട്ട് കഴിഞ്ഞപ്പം എൻ്റെ നിയന്ത്രണവും വിട്ടുപോയി, ഞാനും കുറേ അധികം പറഞ്ഞുപോയി.
വല്ലാതെ വിഷമം തോന്നുന്നു സിസ്റ്ററെ, ഞാനങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്തിട്ട് വേദന തോന്നുന്നു. ഭർത്താവും വീട്ടിൽ നിന്ന് വഴക്ക് കഴിഞ്ഞപ്പം ഇറങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെ ഓർത്ത് നീ വിഷമിക്കല്ലേ, അത് ഈശോയ്ക്ക് കൊടുക്കുക. ആ ഒരു വീഴ്ച അത് നല്ലതാണ്. നമ്മൾ കുറെ കൂടെ ഈശോയിൽ ആശ്രയിക്കുമല്ലോ, കുറെ കൂടെ നമ്മൾ എളിമപ്പെടുമല്ലോ, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവരാണെന്ന് നമ്മൾ ഓർക്കുകയില്ലേ. നമുക്ക് ഈശോ തരുന്നൊരു കൊച്ചു സഹനം, ഒരു കൊച്ചു വേദന, അത് ഈശോയ്ക്ക് തന്നെ കാഴ്ചവെക്കാം. ഭർത്താവിനോട് പിണക്കം വേണ്ട, വിഷമം വിചാരിക്കേണ്ട, തള്ളിക്കളയണ്ട, മനസ്സിൽ നിന്ന് മാറ്റി നിർത്തല്, മനസ്സുകൊണ്ട് അകന്നു പോകല്. മനസ്സുകൊണ്ടൊരു അകൽച്ച വന്നാൽ അത് പിന്നീട് കൂട്ടിയോജിപ്പിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് നിന്റെ മനസ്സുകൊണ്ട് നീ അകന്നു പോകല്, മനസ്സുകൊണ്ട് ബലം പ്രാപിക്കുക. ഈ സഹോദരിക്ക് കുറച്ച് ധൈര്യം കൊടുത്തു. ഈ സഹോദരി എന്നോട് പറയായിരുന്നു, സിസ്റ്ററെ പ്രാർത്ഥിക്കേണ്ടെന്ന് തോന്നുകയാണ്, വേണ്ടാന്ന് തോന്നുകയാണ്, എന്തിനാ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നതെന്ന് തോന്നുകയാണ്, എന്തിനാ ഇങ്ങനെയൊക്കെ അലയുന്നതെന്ന് തോന്നുകയാണ്, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റമില്ലല്ലോ എന്ന് തോന്നുകയാണ്, എന്തിനാ ഇത്രയും സഹിക്കുന്നതെന്ന് തോന്നുകയാണ്. ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. കുറേ ആശ്വസിപ്പിച്ചു, കുറേ സമയം പ്രാർത്ഥിച്ചു. അവിടെ വരാൻ പറഞ്ഞു, തലയിൽ കൈവച്ച് കുറേ നേരം പ്രാർത്ഥിച്ചു, കുറച്ച് നേരം ഒന്നിച്ചിരുന്ന് സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. ഇതാ കർത്താവ് വലിയൊരു ഹീലിംഗ് കൊടുക്കുകയാണ്. അടുത്ത പ്രാവശ്യത്തിൽ ആരാധനയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ കണ്ടു ഈ സഹോദരിയാണ് ആദ്യം വന്നത്. ഈ സഹോദരിയാണ് ഏറ്റവും സന്തോഷത്തോടെ മണിക്കൂറുകൾ മെറ്റലിൽ മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് ഞാൻ പിന്നീട് കണ്ടത്. സഹോദര, സഹോദരി, നീ കർത്താവിൻ്റെ കൃപകൾ വാങ്ങിച്ചെടുക്കുന്ന ഒരു മകനാണെങ്കിൽ, മകളാണെങ്കിൽ, നീ ദൈവത്തെ സ്നേഹിക്കാൻ വലിയ ഉത്സാഹമുള്ളൊരു മകനാണെങ്കിൽ, മകളാണെങ്കിൽ, ഉറപ്പ് നിൻ്റെ മുന്നിലും നിൻ്റെ പുറകിലും നിൻ്റെ ഇടത്തും നിൻ്റെ വലത്തും തിന്മ വളരെ ശ്രദ്ധയോടെയുണ്ട്. നിൻ്റെ തൊട്ടടുത്ത് വന്നു നിൽക്കുന്നവരിൽ, അല്ലെങ്കിൽ നീ കേൾക്കുന്ന സ്വരങ്ങളിൽ, നീ ഇടപെടുന്ന കാര്യങ്ങളിൽ, നിൻ്റെ ദൗത്യങ്ങളിലൊക്കെ തിന്മയുടെ സ്വരമുണ്ടാകാം. തിന്മ നിന്നെ കീഴടക്കാൻ ശ്രദ്ധിക്കാം, തിന്മ നിന്നെ വീഴ്ത്താൻ പരിശ്രമിക്കാൻ സാധ്യതയുണ്ട്. വീണുപോകല്, വെല്ലുവിളിയായിട്ടെടുക്കണം, ചലഞ്ചായിട്ടെടുക്കണം, ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. ഈശോയുടെ കൈപിടിച്ച് ഈശോ നിന്നെ സഹായിക്കാനുണ്ടാവും. ഈശോ നിന്നെ ഒരിക്കലും കൈവിടുകയല്ല. സ്വർഗം മുഴുവൻ, ഈശോ മാത്രമല്ല സ്വർഗം മുഴുവൻ, സ്വർഗവാസികൾ മുഴുവൻ നിന്നെ സഹായിക്കും. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, എളിമയോടെ ആശ്രയിക്കാം, എളിമപ്പെടാം. നമുക്കൊന്നുമില്ല, സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. ദൈവശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. കൂടുതൽ സമയം വചനം വായിക്കാം, കൂടുതൽ സമയം ദൈവത്തിൽ ആശ്രയിക്കാം. പ്രാർത്ഥനയിൽ സമയം ചെലവിടാൻ മറന്നു പോകണ്ട. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് സഹോദര, സഹോദരി, ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാതിരുന്നേക്കല്ല. ഒരു മണിക്കൂർ സമയമെങ്കിലും നിൻ്റെ ഈശോയുടെ കൂടെ ഇരിക്കാൻ, സമയം ചെലവഴിക്കാൻ തീരുമാനിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, തിന്മയുടെ സ്വരം കേൾക്കാൻ, തിന്മയുടെ സ്വാധീനം നുകരാൻ ഒരുപാട് സാധ്യതകൾ ഓരോ ദിവസവും വ്യത്യസ്തമായ രീതികളിൽ തിന്മ ഞങ്ങളെ അലട്ടുമ്പോൾ അത് തിന്മയാണ് എന്ന് തിരിച്ചറിയാൻ, ഗ്രഹിക്കാൻ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.